ഹായ് ഹലോ വെൽക്കം ടു സരിത വ്ളോഗ്. അപ്പോൾ ഓണമൊക്കെ വരുവാണല്ലേ, അപ്പോൾ എല്ലാവരും പർച്ചേസിങ്ങിൻ്റെയൊക്കെ തിരക്കായിരിക്കും. അപ്പോൾ ഇന്ന് സരിത വ്ളോഗിൽ കുറച്ച് ഓണ ഐറ്റംസ്, അതായത് ഓണത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 2-3 പ്രോഡക്റ്റ്സ് ഞാൻ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചേ. അപ്പോൾ ആദ്യം ഇതൊരു നൈഫാണ്, ഞാനത് പൊളിച്ച് കേട്ടോ, അൺബോക്സ് ചെയ്ത് ഓൾറെഡി എന്നെനിക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നൈഫ് സെറ്റാണ്. കത്തികൾ, വെറൈറ്റി രീതിയിലുള്ള നൈഫുകളാണ്. ചെറിയ കത്തി മുതൽ ഒരു മീഡിയം വലിയ ലാർജ് ടൈപ്പ് വരെയുള്ള നൈഫുകളാണ്. സി, അപ്പോൾ ഇതിൽ മൊത്തം 6 പീസാണുള്ളത്. 1 2 3 4 5 6 പീസുണ്ട്. ഇതിൽ കണ്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് നൈഫ്. ഇതിന് ഓരോന്നിനും കവറുണ്ട് ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഓണമൊക്കെ വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം മുറിയാത്ത കത്തികൾ കാണും. അപ്പം നമുക്കതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അപ്പം നല്ല നമ്മുടെ മെൻ്റലി ഞാൻ ഭയങ്കര ഹാപ്പിയാവും ഈ ഒരു വെജിറ്റബിൾസ് നല്ല നൈഫ് മൂർച്ചയോട് കൂടിയിട്ട് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്കൊന്നും എക്സ്പെഷ്യലി എല്ലാ വുമണിനും അങ്ങനെ, ലേഡീസിനൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാത്തിനും പല ഇഞ്ചസാണ്, പല രീതിയിലുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഇതിൻ്റെ അണ്ടറിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി നോക്കിയാൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോഡക്റ്റ് നല്ല മുറിച്ചോ കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പൂൺ സെറ്റാണ്. ഇനി ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ഐറ്റം, അതും ഞാൻ അൺബോക്സ് ഓൾറെഡി ചെയ്തതാണ്. കാരണം അത് നമ്മൾ വരുമ്പോൾ തന്നെ അവർ പൊട്ടിച്ച് നോക്കാറുണ്ട് സാധനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അങ്ങനെ പൊട്ടിച്ചതാണ് ഇത്. നമ്മൾ വെക്കാൻ വേണ്ടിയിട്ടും ഈ നൈഫ് കത്തികൾ വെക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്ന ഒരു ബോക്സാണ് കേട്ടോ. 4 റാക്കുണ്ട് ഇതിൽ. ഞാനിപ്പോൾ ഇത് എന്തിനാണ് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കത്തികളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച ഒരു സംഭവമാണ്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സ്പൂൺ യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകമെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ടൈപ്പാണ്. അപ്പം നമുക്ക് ഈ വാഷ് ചെയ്യാനായിട്ട് വളരെ ഈസി മെത്തേഡാണ്. ഇതൊക്കെ ഇങ്ങനെ ഊരിയെടുത്ത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കാൻ പറ്റുന്ന യൂസ്ഫുൾ പ്രോഡക്റ്റാണ് ഈ ഒരു കട്ട്ലറി ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും വേണ്ടവർക്ക് ഞാൻ കൊടുത്തേക്കാം. വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഒതുങ്ങിയിരിക്കാനും നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഓണം പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് തിരക്കാണെന്നറിയാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ആൻഡ് ലെറ്റ്സ് ബൈ ഫ്രം സരിത. ടേക്ക് കെയർ. ബൈ ബൈ.